ജനിച്ചാൽ മരണം ഉറപ്പാണ്. എന്നാൽ ആ മരണം സ്വാഭാവികമായും ദീർഘമായ ആയുസ്സിന് ശേഷവും അതിന് കൽപ്പിച്ചിട്ടുള്ള സമയത്തും ബുദ്ധിമുട്ടില്ലാതെ മാത്രമേ സംഭവിക്കാവൂ എന്നാണ് ശ്രീ പരമശിവന് സമർപ്പിച്ചിട്ടുള്ള മൃത്യുഞ്ജയ മന്ത്രം എന്ന പ്രാർത്ഥനയുടെ അർത്ഥം. അതിനു മുൻപ് മരണം സംഭവിക്കരുത്. അതായത് അകാല മൃത്യു, അപകട മരണം, അവിചാരിത മരണം തുടങ്ങിയവയൊന്നും സംഭവിക്കരുത് എന്നാണ് ഭഗവാനോടുള്ള പ്രാർത്ഥന. മൃത്യുവിൻ്റെ നടത്തിപ്പുകാരൻ യമദേവനാണ്. ആ കാലനെയും വരുതിക്ക് നിർത്തുന്ന ശ്രീ പരമശിവനെ കാലൻ്റെ കാലൻ അഥവാ കാലകാലൻ, മഹാകാലൻ അഥവാ മഹാകാളൻ എന്നും വിളിക്കുന്നു. മഹാകാളന്റെ ശക്തിയാണ് മഹാകാളി. ഒരിക്കൽ കുട്ടിയായ മാർക്കണ്ഡേയൻ അവൻ്റെ ആയുസ് അവസാനിക്കുന്ന വിവരം മനസ്സിലാക്കിയ സമയം മുതൽ ശിവനെ ആരാധിക്കുവാൻ തുടങ്ങി. യമരാജൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് പ്രാണനെ പുറത്തെടുക്കാൻ വന്നു. എന്നാൽ ഭയാനകമായ എല്ലാ സാഹചര്യങ്ങളിലും ഒരു മകൻ തൻ്റെ പിതാവിനെ കൈപിടിക്കുന്നത് പോലെ മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. മഹാദേവൻ ശിവലിംഗത്തിൽ നിന്ന് പുറത്തു വന്ന് തൻ്റെ ഭക്തനു വേണ്ടി പ്രപഞ്ച നിയമങ്ങളെപ്പോലും അവഗണിച്ച് മരണത്തെ നശിപ്പിച്ച് മാർക്കണ്ഡേയനെ അമർത്യനാക്കി. ശിവൻ തൻ്റെ ഭക്തനായ മാർക്കണ്ഡേയന് തൻ്റെ ആയുസ് നിശ്ചയിക്കാൻ അധികാരം നൽകുകയും കീർത്തിയും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. അപകടത്തിൽ നിന്നും മരണഭയത്തിൽ നിന്നും മുക്തി നേടുന്നതിന് ആരാധിക്കുന്ന ശ്രീ പരമശിവനാണ് മൃത്യുഞ്ജയൻ അഥവാ മൃത്യുഞ്ജയമൂർത്തി.